ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയെ കണ്ട് സംസാരിച്ചിട്ട് അച്ഛൻ അങ്ങ് പോവുകയാണ്. നിന്റെ ശ്രീകാന്ത് ആങ്ങളെ കളിക്കുന്ന കളിയായിരിക്കില്ല ഇനി നിന്റെ ഭർത്താവിൻ്റെയും നിന്റെയും മുന്നിൽ ഞാൻ കളിക്കാൻ പോകുന്നത്. ഈ വിവരം അറിഞ്ഞപ്പോൾ തൊട്ട് പത്മ അവിടെ നിരാഹാരത്തിലാണ്. ഇനി അവരുടെ ചിത കൂടി കണ്ടിട്ടേ നീ നിന്റെ കിട്ടേനും അടങ്ങുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളാൻ പറഞ്ഞു. ഇന്ന് വരെ കണ്ട ഒരാളെ ആയിരിക്കില്ല നിങ്ങൾ നാളെ തൊട്ട് കാണുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോവാട്ടോ. പക്ഷെ അച്ഛാന്നും പറഞ്ഞ് വേദ ചെന്നെങ്കിലും വേദയ്ക്ക് പറയാനൊരു അവസരം കൊടുക്കാതെ അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി. തൊട്ടടുത്ത നിമിഷം വേദ വിക്രത്തെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഇപ്പോൾ വിക്രം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. അത് പിന്നെ നെല്ലിമറ്റം ജംഗ്ഷൻ എത്താറായെന്ന് പറഞ്ഞു. അവിടെ നിൽക്കുക, ഞാൻ അരമണിക്കൂറിനകം അവിടെ എത്താമെന്ന് പറഞ്ഞു. അരമണിക്കൂർ ഞാൻ നിൽക്കാനോ? ഏതെങ്കിലും കോഫി ഷോപ്പിലോ കൂൾ ബാറിലോ കയറി ഇരിക്കുക, എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞുകൊണ്ട് വേദ ഫോണും അങ്ങ് കട്ട് ചെയ്തു. ഇതെന്ത് പറ്റി പോലും, ഇതെന്താ പുതിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ എന്താ കാര്യമെന്ന് വിക്രത്തിന് മനസ്സിലായതുമില്ല. ആ സമയത്ത് വേദയാണെങ്കിൽ വിക്രത്തെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുവാണേ. അവിടെ ചെന്നു വിക്രം വേദയെ കണ്ടു. അങ്ങനെ വേദ വന്ന് വിക്രത്തെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെ സംസാരിക്കും? കാര്യം മനസ്സിലാക്കാതെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വിക്രം ചോദിക്കുമ്പോൾ അച്ഛനെ വിക്രം പരിഹസിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായും പരിഹസിക്കുകയാണ്, അല്ലാതെ എനിക്ക് മറ്റൊന്നും തോന്നുന്നില്ല വേദ എന്ന് വിക്രം പറഞ്ഞു. പിന്നെ നിനക്ക് എന്നോട് എന്ത് തോന്നിയാലും വേണ്ടില്ല എന്ന് പറയുമ്പോൾ വേദ ഒന്ന് ചിരിച്ചു. നമ്മൾ രണ്ടുപേരും ചേർന്ന് ദീപ്തിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അമ്മായി അച്ഛൻ അത് കണ്ണു അടച്ച് വിഴുങ്ങും എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കാം. അതെ, പ്രധാന ആരോപണം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഇനി വേറെയും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വേദവിക്രത്തോട് പറയാം. വിക്രം വാസുവിൻ്റെ മോനെ കൊണ്ട് ദീപ്തിയെ ട്രാപ്പ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെന്ന് അച്ഛൻ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും വിക്രത്തിന് ചിരി വന്നു. വിക്രം അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുക. അയ്യോ എന്നും പറഞ്ഞ് അത് കൊള്ളാലോടോ, ദീപ്തിയുമായി അടുപ്പം സ്ഥാപിച്ച പ്രേമം നടിച്ച് വലയിൽ വീഴ്ത്തി ആ കുട്ടിയുടെ കരിയറും ജീവിതവും ഇല്ലാണ്ടാക്കാൻ ഞാൻ വരുണിന് കൊട്ടേഷൻ കൊടുത്തെന്ന് അല്ലേ? കൊള്ളാം. നിന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം തീർക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കരുവാക്കി നടക്കുന്ന വേറെ ഒരു ക്രിമിനൽ ഗൂഢാലോചന അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അത് കേട്ടപ്പം പറഞ്ഞിരിക്കുക വേദ, ഒരു കാര്യം ചെയ്യും, ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ. ഇങ്ങനെ ഒരു കേസ് കോടതിയിൽ വന്നാൽ നല്ല രസമായിരിക്കും എന്ന് പറയുമ്പോൾ അച്ഛൻ ആകെ മാനസികമായിട്ട് ഉലഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നത് വിക്രമെന്ന് വേദ പറയുമ്പോൾ അത് സ്വാഭാവികമാണല്ലോ. മൂത്ത മകളായി എത്താൻ എന്നെപ്പോലെ ഒരുത്തൻ കെട്ടിയ താലിയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇളയ മകളെയെങ്കിലും ഒരു ജില്ലാ ജഡ്ജിയുടെ സ്റ്റാറ്റസിനനുസരിച്ച് കെട്ടിച്ചയക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അതിൽ തെറ്റു പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാർ അവളുടെ ഈ ബന്ധം ഒട്ടും അംഗീകരിക്കാൻ തയ്യാറാവില്ല. അവളിത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ നിരാഹാരം പോലും തുടങ്ങിയെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയുമ്പം അതിഭയങ്കരമായിട്ടുള്ള ഡ്രാമയാണല്ലോ തൻ്റെ വീട്ടിൽ നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം വിക്രം പറഞ്ഞു. നിരാഹാരം, ഭീഷണി, സമ്മർദ്ദം, ഗൂഢാചല സിദ്ധാന്തം. അയ്യോ, ഈ ഒരവസ്ഥയിൽ നിന്റെ അച്ഛനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ കൂടി ഇങ്ങനെ തുടങ്ങിയ സ്ഥിതിക്ക് വീട് വരെ ഒന്ന് പോകണ്ടേ വിക്രം എന്ന് ചോദിച്ചു. എന്തിന്? അപ്പോൾ പിന്നെ പോണം ചെന്ന് കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായി പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം കാര്യമായിട്ടാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാര്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത് എന്ന് വിക്രം പറഞ്ഞു കേട്ടോ. പിന്നെ ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞ് വേദ ഇരിക്കുമ്പം നീ ദീപ്തിയോട് ആ ചെറുക്കനോടും സംസാരിച്ചല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അവളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്ന് വിക്രം വേദയോട് പറയുക. അത് നിൻ്റെ അച്ഛൻ അറിയാത്തത് കൊണ്ടൊന്നുമല്ല. പുള്ളിക്കാരൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് ദീപ്തിയെങ്കിൽ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞതുപോലെ ആ സുഹൃത്തിനോട് പറയുന്നത് പോലെ തന്നെ പറഞ്ഞേനെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്ന് വേദ പറയുമ്പോൾ എടോ, എന്തും സ്വന്തമാണെന്നൊരാൾക്ക് തോന്നുകയും അതിനോടൊപ്പം അതിൻ്റെ അവകാശവും ഉത്തരവാദിത്വവും തനിക്കാണെന്നൊരു തോന്നൽ കൂടി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരാൾ അഭിമാനത്തോടു കൂടി ഇങ്ങനെ പറയുകയാണെന്ന് കരുതുക. ഇതാ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം വീട്, ഇതാ ഞാൻ വാങ്ങിയ എൻ്റെ സ്വന്തം സ്ഥലം, ഞാൻ നട്ടുവളർത്തിയ എൻ്റെ സ്വന്തം വൃക്ഷം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ആ ഒരു പറച്ചിൽ അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിക്രം സ്വാമി പറഞ്ഞോളാൻ പറഞ്ഞു. അയാളെ സ്വന്തമായി വിളിച്ചു പറഞ്ഞു ഓരോന്നിലും അയാൾ ചെലവഴിച്ച അധ്വാനത്തിൻ്റെയും അയാൾ മുടക്കിയ പണത്തിൻ്റെയും കണക്ക് കൂടിയാണ് അയാൾ പറയുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. മക്കളുടെ കാര്യത്തിലും അതിൽ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞു. അവൻ വിചാരിച്ച വഴിയിലൂടെ വന്നില്ലെങ്കിലേ നിനക്കൊക്കെ പകരം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പണ്ടുള്ളവർ പറയുന്നില്ലേ, അത്രയേ ഉള്ളൂ, സിമ്പിളാണ് എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുവാട്ടോ. സ്വന്തം ഒന്ന് കരുതിയ ഒന്ന് വരുതിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരലിടും, അവരുടെ ഇമോഷണൽ ബാലൻസൊക്കെ തെറ്റും, എന്തും സങ്കല്പിക്കും, പെരുമാറുകയും ചെയ്യും. തൻ്റെ അച്ഛൻ രാവിലെ തന്നെ കണ്ടതും അമ്മ നിരാഹാരം തുടങ്ങിയതുമൊക്കെ അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണെന്ന് പറയുമ്പം വിക്രം സ്വാമി ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളേ ആയിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്താ അറിവ്,
ഓ എന്താ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ളൊരു ശേഷി എന്നൊക്കെ പറയുമ്പം ഞാൻ പുകഴ്ത്താൻ വേറെ സമയം തരാം, ഇപ്പം എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണം, വാ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യൂസിൻ്റെ കാശ് കൊടുത്ത് ഓഫീസിൽ പൊക്കോളാം പറഞ്ഞപ്പം ഞാൻ എന്തായാലും പോയി അമ്മയൊന്ന് കാണാൻ തീരുമാനിച്ചു വിക്രമസ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ വിക്രവും കൂടി വരുമെന്ന് ചോദിച്ചു. ഞാനോ? അല്ല, അമ്മയും കൂടെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താൻ എൻ്റെ കൂടെ ഒന്ന് വാ വിക്രം, പ്ലീസ് ഒന്ന് വാ വിക്രം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിക്രത്തെയും വിളിച്ചുകൊണ്ട് വേദ പോവുക. ആ സമയത്ത് വേദയും വിക്രവും വേദയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. അപ്പോൾ താൻ പോയി അമ്മയെ കണ്ടിട്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്നില്ല അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കയറി ചെല്ലണമെന്ന് തോന്നിയപ്പോഴൊക്കെ ഞാൻ അകത്ത് കയറി ചെന്നിട്ടുണ്ട്. അതൊന്നും കുശലം പറയാനും ക്ഷേമം അന്വേഷിക്കാനും വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്നത് വേണ്ടാന്ന് പറഞ്ഞു. നിന്റെ ചേട്ടനുമായിട്ട് ഈ മാല ഇട്ടുകൊണ്ട് വഴക്കിടാനേ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് വിക്രം അവിടെ നിൽക്കുന്നു. അപ്പോൾ വേദ അങ്ങ് കയറി പോവും. അപ്പോൾ ശരി വിക്രമാന്ന് പറഞ്ഞ് വേദ അങ്ങോട്ടേക്ക് ചെന്നു. വേദ എന്ന് വാതിൽ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷം ഒന്ന് വാതിൽ തുറന്നു. ആ വേദയോ എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നു കേട്ടോ. കയറുവാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് ഭയങ്കര സ്നേഹം. അപ്പോൾ വിക്രം പുറത്ത് നിൽക്കുന്നത് കണ്ടു. വിക്രം അല്ലേ നിൽക്കുന്നതെന്ന് ചോദിച്ചു വർഷ. അപ്പോൾ അതേന്ന് പറഞ്ഞു. അകത്തേക്ക് വിളിക്കുന്നില്ലേ? ഇല്ല, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അമ്മയൊന്ന് കാണാമെന്നാണെന്ന് പറയുമ്പം ഓ നിരാഹാരയജ്ഞം തുടങ്ങിയത് അറിഞ്ഞു കാണുമല്ലേ എന്ന് ചോദിച്ചപ്പം ഇതൊന്നും മിണ്ടിയില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ, ആ പെണ്ണ് അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല എന്ന് വർഷ പറയാം. അമ്മയുടെ ആരോഗ്യം വെറുതെ കളയാന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് വർഷം ഇങ്ങനെ നിൽക്കുക. നീ വാ എന്നും പറഞ്ഞ് വർഷം എന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി. അമ്മ അവിടെ കിടക്കുമ്പോൾ മോൾ അങ്ങോട്ടേക്ക് ചെന്നു. മോളെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും വിശപ്പും ഒക്കെ ആയിട്ടിരിക്കാം. അച്ഛൻ വന്ന് എന്നെ കണ്ടിരുന്നു എന്നും സംസാരിച്ചെന്നും പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് അറിയാം, എങ്കിലും പറയാനുള്ളത് പറയാതെ പറ്റത്തില്ലല്ലോ എന്ന് അമ്മ പറയും കേട്ടോ. വിക്രം അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് വേദ ചോദിക്കാം. തോന്നാതിരിക്കാനും മാത്രം അവനെ കുടുംബമായിട്ട് അത്ര സ്നേഹമൊന്നും ഇല്ലല്ലോ എന്ന് അമ്മയുടെ വകയൊരു ഡയലോഗ്. അപ്പം നിങ്ങളോട് ആരാ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വിക്രമിന് ആ കുടുംബവുമായി യാതൊരു ബന്ധവും ഇല്ല. വരുണിനെ വിക്രം കണ്ടിട്ട് പോലും ഇല്ല. അപ്പം ഈ കാര്യം അറിഞ്ഞപ്പോഴേ നീ ഇവിടെ വന്ന് ദീപ്തിയെ കണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചു അമ്മ. ആ അതെ, പക്ഷേ ഞങ്ങളോടൊപ്പം എന്താണോ ദീപ്തി പറഞ്ഞത് അത് തന്നെയാണ് അവൾ എന്നോടും പറഞ്ഞതെന്നുള്ള കാര്യം പറയാട്ടോ. എനിക്കിപ്പം ആരെയും വിശ്വാസം ഇല്ലാണ്ടായി എന്ന് അമ്മ വേദയോട് പറയുന്നു. ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് നിനക്ക് അറിയാവുമെന്ന് ചോദിച്ചു. ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ട് വന്ന മക്കള് അവരെ ചതിക്കുന്നതാണെന്നും അതാണ് സഹിക്കാൻ പറ്റാത്തതെന്നും പറഞ്ഞു. ഒരു പ്രായം കഴിഞ്ഞാൽ ആൺമക്കൾ ചിലപ്പം അവരുടെ സ്വന്തം കാര്യം നോക്കി പോയെന്നിരിക്കും, പക്ഷെ അപ്പോഴും പെൺമക്കൾ മനസ്സുകൊണ്ടെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവും. ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് അനുഭവിക്കാനുള്ള യോഗമില്ല. രണ്ട് പെൺമക്കളും എന്നെ ചതിച്ചു എന്ന് അമ്മ പറയുമ്പം ചതിയിൽ ആൺമക്കളെന്നോ പെൺമക്കളെന്നോ എന്നൊന്നും ഇല്ലമ്മേന്ന് വേദ അന്നേരം പറയാം. ചില ആൺമക്കൾ ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാകും, പക്ഷേ മനസ്സുകൊണ്ട് അവരവരുടെ ലോകത്തായിരിക്കും എന്ന് വേദ പറയുക. അവർക്ക് വേണ്ടി തന്നെ പറ്റിക്കപ്പെടുന്നത് അച്ഛനമ്മമാരറിയുക പോലും ഇല്ല എന്നും വേദ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഇരുന്ന് കരയുക. അറിഞ്ഞാലും പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, അവരത് കണ്ടില്ലെന്ന് വെക്കും. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സ്വയം തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ മറ്റാരെയും വകവയ്ക്കാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാം. പെൺകുട്ടികൾ അതെല്ലാം ചെയ്താൽ പ്രശ്നം. പിന്നെ അവൻ എന്ത് ചെയ്താലും അവസാനം അവൻ കേൾക്കുന്നത് പുകഴ്ത്തലും, പെൺകുട്ടികൾ എന്ത് ചെയ്താലും അവസാനം കേൾക്കുന്നത് പഴിയും മാത്രമായിരിക്കും എന്ന് വേദ ഇങ്ങനെ അമ്മയോട് പറയൂ കേട്ടോ. ഒരു തലമുറയെ മുഴുവനുമാണ് കഷ്ടകാലത്തിന് അവളുടെ മുൻ തലമുറയെ അങ്ങനെ തീരുമാനമെടുത്ത് ഏതെങ്കിലും ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ അതിനെ അടക്കം വെച്ച് ആ പെണ്ണിൻ്റെ ജീവിതം തകർത്ത് തച്ചുടക്കില്ലേന്ന് ചോദിച്ചു. അവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മളെ സ്ത്രീകൾക്കല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വർഷം അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് വേദേ എന്നും ചോദിച്ചുകൊണ്ട് വർഷം വന്നു. ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാ വർഷേച്ചി എന്ന് വർഷം പറഞ്ഞു. പ്രസംഗിച്ചതൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേട്ടു. വേദയുടെ വാക്കുകൾ കേട്ടാൽ തോന്നും വേദ ഒരാളെ പ്രേമിച്ച് ആ വിവാഹം വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് വിപ്ലവം നടത്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണെന്ന്. അങ്ങനെ തോന്നുമല്ലോ. അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിച്ചത്. ഏതോ ഒരുത്തൻ കഴുത്തിൽ വാശിക്ക് താലി കെട്ടിയപ്പോൾ അതാണ് വിധിയെന്നും കരുതി ഇറങ്ങിപ്പോയതല്ലേ എന്ന് വർഷ ചോദിക്കുക. അതിൽ ഈ പറഞ്ഞ വിപ്ലവവും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് വർഷേച്ചിക്കാം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് നമ്മുടെ വേദ പറയുക. വീട്ടുകാരുമായി കലഹിച്ച് പ്രേമിച്ച പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോകുന്നത് മാത്രമൊന്നും അല്ല വർഷേച്ചി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ന് വേദ പറഞ്ഞു. പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനിക്കുന്നതും അതൊരു സ്വാതന്ത്ര്യം തന്നെയാണെന്ന കാര്യവും വേദ വർഷയോട് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് അമ്മ അന്തം വിട്ടിരിക്കാം. സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതും അതുപോലെ സന്യാസിനിയാകാൻ വേണ്ടിയിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതും അതെല്ലാം സ്വാതന്ത്ര്യം തന്നെയാണെന്ന കാര്യവും പറഞ്ഞ് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വേദ പറയണം. അത്
നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ എന്നുള്ളതിലാണ് പ്രധാനം എന്നും വേദ പറയുമ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. വിക്രത്തോടൊപ്പമുള്ള ജീവിതം തിരഞ്ഞെടുത്തതേ എൻ്റെ സ്വാതന്ത്ര്യമാണെന്നും അതിൽ ഞാനിപ്പോൾ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നേട്ടവുമാണെന്ന് വേദ പറഞ്ഞപ്പം നിന്റെ കാര്യം അങ്ങനെയൊക്കെ ആയേക്കാം, അതുപോലെ ദീപ്തിയും ചെയ്തു കഴിഞ്ഞാൽ ദീപ്തിയുടെ അവസ്ഥ എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അവൾ ആ പയ്യനുമായി അടുത്തത് വ്യക്തിപരമായി എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, അതിൽ വിക്രം ഇടപെട്ടിട്ടുമില്ല എന്നുള്ള കാര്യം വേദ വന്ന് പറയുക. പക്ഷേ അവൾ ആ തീരുമാനം എടുത്തതുകൊണ്ട് ഞങ്ങളത് അനുവദിച്ചു കൊടുക്കണമെന്നാണോ എന്ന് അമ്മ ചോദിക്കുമ്പം എന്നൊന്നും ഞാൻ ഒരിക്കലും അമ്മയോട് പറയില്ല. പക്ഷെ അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ അവൾ അത് ഉപേക്ഷിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് വേദ അമ്മയോട് ചോദിച്ചു. അപ്പം അമ്മയ്ക്കൊന്നും പറയാനില്ല, വാക്കുകളില്ല. ഞാൻ വന്നത് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണെന്നും പറഞ്ഞ് വേദ ഉള്ള കാര്യം അമ്മയോട് പറയുക. അപ്പോൾ അങ്ങനെ ഒരു വിഷം അച്ഛൻ്റെ മനസ്സിൽ കുത്തിവെച്ചത് അതാരായാലും അവരുടെ താല്പര്യം മറ്റു ചിലതാണെന്ന് അമ്മ ഓർത്തു. അത് അച്ഛനോട് അമ്മയൊന്ന് പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ വേദ ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്കും വർഷയുടെ കണ്ണിങ്ങനെ തുറച്ച് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. 2ാമത്തെ കാര്യം, പിന്നെ ദീപ്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറിയിട്ട് ഒരു കാര്യവും ഇല്ല. അമ്മ പട്ടിണി കിടന്നത് കൊണ്ടൊന്നും അവൾ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നും വേദ വന്ന് പറഞ്ഞു കൊടുക്കുക അമ്മയ്ക്ക്. അതിനാദ്യം അമ്മയും അച്ഛനും അവളെ വിശ്വാസത്തിലെടുക്കണം, അവളുടെ മനസ്സ് മനസ്സിലാക്കണമെന്നും പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ അവളോട് സംസാരിക്കാനും പറഞ്ഞു. എതിർത്തിട്ടോ ചീത്ത വിളിച്ചിട്ടോ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇതൊന്നും തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ അല്ല എന്നും വേദ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മ ഈ പട്ടിണി സമരം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞു വേദ. അച്ഛനെ നോക്കാനെങ്കിലും അമ്മ വേണ്ടേ എന്നും വേദ അമ്മയോട് ചോദിക്കുക കേട്ടോ. എന്നും പറഞ്ഞു നിൽക്കുക. വർഷയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പോവുകയാണ്, പുറത്ത് വിക്രം കാത്തു നിൽപ്പുണ്ടെന്നും പറഞ്ഞു. അപ്പം വേദേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ തിരിച്ചു വിളിച്ചു. ദീപ്തിയുടെ കാര്യത്തിൽ നിനക്കും വിക്രമനും പങ്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്നിങ്ങനെ അമ്മ ചോദിക്കുമ്പം 100% അമ്മയ്ക്ക് വിശ്വസിക്കാം. അപ്പം അത് നീ മാത്രം പറഞ്ഞാൽ പോരാ, വിക്രം കൂടി പറയണമെന്ന് അമ്മ പറഞ്ഞു. അവൻ മാലയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഈ ഒരു സമയത്ത് സത്യം പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ എന്ന് അമ്മ പറയുമ്പോൾ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് വേദ അങ്ങ് പോകുമ്പോൾ അമ്മ ഇതെന്ത് പണി കാണിക്കുന്നത്, അവൻ ഇങ്ങോട്ട് വിളിച്ച് സത്യം ചെയ്യിക്കാൻ പോകണമെന്ന് ചോദിച്ചു വർഷ. അവൻ ഇങ്ങോട്ട് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്, എൻ്റെ മനസ്സുറപ്പിന് വേണ്ടി ഞാൻ സത്യം ചെയ്ത് വാങ്ങിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീയേട്ടനങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, നിന്റെ മുന്നിൽ വെച്ചല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അവൻ അറിയാതിരിക്കില്ല എന്ന് എനിക്കറിയാം എന്ന് അമ്മ അന്നേരം വർഷയോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് വർഷ അവിടുന്ന് എന്ന് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് വേദയും വിക്രവും കൂടി കയറി വന്നു. അവർ 2 പേരും കയറി വന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആദ്യം കൊണ്ട് ഞാൻ ചോദിക്കുകയാണെന്നും പറഞ്ഞ് പത്മം ചോദിക്കുക, ഈ കുടുംബത്തെ തകർക്കാൻ നീയും ആ വാസുവൻ്റെ മകനും കൂടി ദീപ്തിയെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞാൽ വല്ല സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഉത്തരം പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ അമ്മ. അപ്പോഴത്തേക്കും വിക്രം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഇങ്ങനെ പിടിച്ചു. അപ്പം ഇതിനെപ്പറ്റി ഇനി നിങ്ങളാരും കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല, ഒറ്റ വാക്കിൽ ഉള്ള മറുപടി ഞാൻ പറയാം, ഒരിക്കലും അങ്ങനെ ഒരു ചതി ഞാൻ നിങ്ങളോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് അമ്മ ഇങ്ങനെ സമാധാനിക്കുമ്പോൾ ഇവർ 2 പേരും വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിറങ്ങി ചെന്നപ്പോൾ അവിടെ നമ്മുടെ വർഷം നിൽപ്പുണ്ട്. അപ്പോൾ ഒരു മിഠായി എടുത്തിട്ട് കുഞ്ഞിന് കൊടുത്തേക്കാൻ പറഞ്ഞു. വേറെ അത് കൊടുത്തു. വർഷം അത് വാങ്ങിച്ചു. അപ്പോൾ അത് ഈ മധുരവുമായി അവൻ്റെ അപ്പച്ചി വന്നിരുന്നുവെന്ന് ആ കുഞ്ഞ് ചെവിയിൽ പറയണം കേട്ടോ എന്ന് വേദ വർഷയോട് പറയൂ കേട്ടോ. പകയും സ്പർദ്ധയല്ലാതെ അവനെങ്കിലും വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷയോട് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് അങ്ങ് പോയി. ഇതും പിടിച്ചിങ്ങനെ നമ്മുടെ ചേച്ചി അവിടെ നിൽക്കുമ്പോൾ അവർ 2 പേരും സ്കൂട്ടറിൽ കയറി അങ്ങ് പോകുന്നത് നോക്കി വർഷം നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ എല്ലാവരും തരും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിച്ചുകൊണ്ടും ക്രിസ്മസ് ആശംസകൾ വീണ്ടും നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.